പാറശാലകളിൽ നിന്ന് ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയപ്പോഴും ലഭിച്ച ആവേശോജ്വലമായ പ്രതികരണങ്ങൾ കോൺഗ്രസിനും മറ്റു സഖ്യകക്ഷികൾക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ കടന്നുപോയ ഗ്രൗണ്ട് സീറോയുടെ പോരാട്ടം 2026 യാത്ര ഇന്ന് മലപ്പുറത്ത് എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. ഇവിടെ 16 സീറ്റുകളാണുള്ളത്. എക്കാലവും UDFന്റെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന മലപ്പുറത്ത് ചില തിരിച്ചടികൾ ലീഗിനും കോൺഗ്രസിനും നേരിടേണ്ടി വന്നുവെന്നുള്ളത് വാസ്തവമാണ്. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ 2021 LDFന് അനുകൂലമായുള്ള വിധിയെഴുത്ത് നടന്നത് 4 സീറ്റുകളിലാണ്. ഇതിൽ നിന്ന് തന്നെ നിലമ്പൂർ PV അൻവറിന്റെ രാജിക്ക് ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ UDF കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്ത് വഴി സീറ്റ് തിരിച്ചുപിടിക്കുകയായിരുന്നു. 2021 സമഗ്രമായ കണക്കുകൾ നോക്കുമ്പോൾ PV ഇബ്രാഹിമിന്റെ വിജയം പതിവ് പോലെ ഏകപക്ഷീയമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFനായി കൊണ്ടോട്ടിക്കാർ വൻപിച്ച ഭൂരിപക്ഷമാണ് നൽകിയത്. ത്രിതല പഞ്ചായത്തിലാകട്ടെ മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ UDF 27,377 വോട്ടുകളാണ് ലീഡായി നേടിയത്. ഇക്കാരണത്താൽ ഇതേ നില തന്നെ കൊണ്ടോട്ടിയിൽ തുടരുമെന്നത് നമുക്ക് അനുമാനിക്കാം. PK ബഷീർ പ്രതിദാനം ചെയ്യുന്ന ഏറനാടിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. 2021 2024 ഭൂരിപക്ഷത്തോടൊപ്പം തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഏറനാട് വിധിയെഴുതിയത്. ഇതേ സ്ഥിതി നമുക്ക് മലപ്പുറത്തെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കും. PK കുഞ്ഞാലിക്കുട്ടി പ്രതിദാനം ചെയ്യുന്ന വേങ്ങര അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി മങ്കട, കോട്ടയ്ക്കൽ, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, മലപ്പുറം, തിരൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലും UDFന് തന്നെയാണ് ഏപ്രിലിൽ മുൻകൈ ഉണ്ടാകുക. വേങ്ങരയിൽ ത്രിതല പഞ്ചായത്തിൽ UDFന്റെ 45,873 വോട്ടുകളാണെങ്കിൽ മങ്കടയിലിത് 31,676, കോട്ടയ്ക്കലിൽ 29,030, വള്ളിക്കുന്നിൽ 32,296, തിരൂരങ്ങാടിയിൽ 34,379, മലപ്പുറത്ത് 41,838, തിരൂരിൽ 32,653, മഞ്ചേരിയിൽ 33,451 എന്നിങ്ങനെയാണ് ലീഡ് നില. ഇതിൽ വ്യത്യസ്തമായി നിൽക്കുന്ന മറ്റു മണ്ഡലങ്ങളെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു പോകാം. ആദ്യമായി ഏറെക്കാലമായി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വിധിയെഴുതിയ പൊന്നാനിയിൽ ചെറുതെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി 1,278 പേർ കൂടുതലായി വോട്ട് ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കൊല്ലം നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം 11,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു. 19,269 വോട്ടുകളായി ഇത് വർദ്ധിക്കുന്നതാണ് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 2021 താനൂർ UDFന് നഷ്ടപ്പെട്ടത് 1000-ന് താഴെയുള്ള വോട്ടുകൾക്കായിരുന്നുവെങ്കിലും ഇവിടെയും വലിയ വ്യത്യാസമാണ് ഡിസംബറിൽ കണ്ടത്. ഇവിടെ UDFന്റെ ലീഡ് 16,763 ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യമായി KT ജലീൽ അജയ്യനായ തവനൂരിൽ UDF നേടിയ മുൻതൂക്കം 9,492 വോട്ടുകൾക്കായിരുന്നു. ഏറെ നാളായി നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ കയ്യിൽ വെച്ചുവരുന്ന വണ്ടൂരിൽ UDFന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലീഡ് 28,365 ആണ്. 2021 ഏവരെയും മുൾമുനയിൽ നിർത്തിയ പെരിന്തൽമണ്ണ മണ്ഡലത്തിലാകട്ടെ അന്ന് നജീബ് കാന്തപുരം വിജയിച്ചത് കേവലമായ 38 വോട്ടുകൾക്ക് മാത്രമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ പെരിന്തൽമണ്ണയിൽ UDFന്റെ മുന്നേറ്റം 16,833 വോട്ടുകൾക്കായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വയനാട് കഴിഞ്ഞാൽ UDFന് തീർത്തും അനുകൂലമായ ഒരു വിധിയെഴുത്ത് മലപ്പുറത്തുമുണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇവിടെ നിന്നും 16 സീറ്റുകൾ കൈക്കലാക്കിയാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള 100-ലേറെ സീറ്റുകളുടെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നതിന്റെ സാധ്യതയാകും തെളിയുക. നാളെ നമുക്ക് വടക്കൻ കേരളത്തിലുള്ള അവസാന ജില്ലയായ പാലക്കാടിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.